ഒരു നിമിഷം കരങ്ങൾ കൂപ്പി പിടിച്ച് അൽത്താരയിലേക്ക് നമുക്ക് നോക്കാം. ദിവ്യകാരുണ്യമായിട്ട് ഈശോ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വരാൻ പോകുന്ന സമയമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയുടെ നിമിഷങ്ങളാണ്. ദൈവം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഇടപെടുന്ന നിമിഷങ്ങളാണ് ഈ നിമിഷങ്ങൾ. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെയൊക്കെ ഈ നിമിഷങ്ങൾ നമുക്കായിരിക്കാം. ആരാധനയുടെ ഗാനം ആലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ ആരാധന ആരാധന ആത്മാവിലാരാധന ആരാധന ആരാധന ആയിരം ആരാധന. അങ്ങേ സന്നിധേ അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. ആരാധന ആരാധന ആയിരം ആരാധന. ഏറ്റുപാടികേ ആരാധന ആരാധന ആത്മാവിലാരാധന ആത്മാവിലാരാധന. കരങ്ങൾ കൂപ്പി ഈ ദിവ്യകാരുണ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവായ ഈശോയുടെ സാന്നിധ്യം അംഗീകരിച്ച് അനുഭവിച്ച് നമുക്കൊരുമിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ടും കൂപ്പി പിടിക്കാം. കണ്ണുകളെ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഈശോ തന്നെയാണ് മക്കളെ അൽത്താരയിൽ. ഈശോയാണ് ഇതാ ഈ അപ്പത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ജെറുസലേം ഭീതികളിലൂടെ ജീവിക്കുന്നവനായി നടന്നു നീങ്ങിയ അതേ കർത്താവ് ഇതാ ഈ അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നു. അല്പം പോലും മാറ്റമില്ല. ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന സമയം. ഈശോ നടന്നു നീങ്ങിയപ്പോ ആരൊക്കെ ഈശോ കണ്ടുമുട്ടിയോ, ആരൊക്കെ ഈശോയെ കണ്ടുമുട്ടിയോ അവിടൊക്കെ ജീവിതത്തിൽ നിശ്ചയമായും അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ അവർ സ്വന്തമാക്കിയില്ലേ? ഇതാ മോളെ മോനെ, ഈശോ അൽത്താരയിൽ നിന്നും നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ഭവനത്തിൻ്റെ ഓരോ മുറികളിലേക്കും ഇറങ്ങി വരുന്ന സമയമാണത്. ഇറങ്ങി നടക്കുന്ന സമയമാണ്.
ആ സാന്നിധ്യത്തിൽ നിശ്ചയമായിട്ടും അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അപ്പോസ്തലന്മാരുടെ കർത്താവ് പറഞ്ഞെന്നാ, നീ ഭയപ്പെടരുതെന്നാ പറഞ്ഞത്. അവര് ഒരു തോണിയിൽ കയറി മറുകരയ്ക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ വചനം ഇങ്ങനെയാ പറയുന്നത്, ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നതാണ്. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറാൻ തുടങ്ങി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. വചനം പറയാണ്, അവര് തോണിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. എല്ലാം നല്ല ശാന്തമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നായിരുന്നു. എല്ലാം വളരെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് പ്രതീക്ഷിക്കാത്ത ഒരു ജീവിതത്തിന്റെ തകർച്ചയും തടസ്സവും പരാജയവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആഞ്ഞടിച്ചത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് കൊടുങ്കാറ്റ് പോലെ ചില രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. ചില വേണ്ടപ്പെട്ടവരുടെ വേർപാടുകൾ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിച്ചത്. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അങ്ങനെ വളരെ ശാന്തമായി പൊയ്ക്കൊണ്ടിരുന്നതാണ്. എല്ലാം നമുക്ക് വളരെ സ്വസ്ഥമായൊരു ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ചില കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചത്. ഇന്നും മോനെ ഇതുപോലുള്ള ചില കൊടുങ്കാറ്റുകൾ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിരന്തരം അടിച്ചുകൊണ്ടിരിപ്പുണ്ട്. പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ വരുന്നവയെ ഏറ്റെടുക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ചില ദുരനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് വല്ലാത്ത കണ്ട് നമ്മൾ ഭാരപ്പെടുത്തില്ലേ, അസ്വസ്ഥപ്പെടുത്തില്ലേ? അറിയാം, കൊടുങ്കാറ്റ് അങ്ങനെയാ വരുന്നത്. നിലച്ചിരിക്കാത്ത സമയത്താണ് കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ കൊടുങ്കാറ്റുണ്ടായി, തിരമാലകള് വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു. നീ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ നൗകയുണ്ടല്ലോ, തോണിയുണ്ടല്ലോ, അത് ആടി ഉലയാൻ തുടങ്ങി. നിന്റെ ജീവിതമാണിത്. ചില കൊടുങ്കാറ്റുകൾ കാരണം ആടി ഉലയാൻ തുടങ്ങിയില്ലേ? വിശ്വാസ ജീവിതത്തിനെതിരെ ചില കൊടുങ്കാറ്റുകൾ അടിച്ചതുകൊണ്ട് നിന്റെ വിശ്വാസം ഒന്ന് ക്ഷയിച്ചില്ലേ? നിന്റെ കുടുംബാംഗങ്ങളുടെ പലരുടെയും വിശ്വാസം ഒന്ന് പോയില്ലേ? പ്രാർത്ഥിക്കാൻ താല്പര്യമില്ലല്ലോ. ആത്മീയ കാര്യങ്ങൾക്ക് വിളിച്ചാൽ ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ കാണിക്കുന്നില്ലല്ലോ. ദേവാലയത്തിൽ പോകാൻ പറഞ്ഞാൽ, ഒന്ന് കുമ്പസാരിക്കാൻ പറഞ്ഞാൽ, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയില്ലേ? വിശ്വാസത്തിന്റെ മേൽ അടിച്ച ചില കൊടുങ്കാറ്റുകൾ തകർത്ത് കളഞ്ഞില്ലേ ജീവിത നൗകയെ? വിശുദ്ധ ജീവിതത്തിന്റെ മേലും ഈ കൊടുങ്കാറ്റാഞ്ഞടിക്കുന്നില്ലേ? പ്രലോഭനങ്ങളായിട്ട്, പാപത്തിലേക്കുള്ള ചായ്വുകളായിട്ട്, ചില പാപ കൂട്ടുകെട്ടുകളായിട്ട്, ചില അവിശുദ്ധ ബന്ധങ്ങളായിട്ട് ഒക്കെ ചില അശുദ്ധിയുടെ മേഖലകൾ ഇങ്ങനെ ആഞ്ഞടിക്കുന്നില്ലേ? സ്വന്തം ശരീരത്തെ പോലും അശുദ്ധമാക്കുന്ന രീതിയിലുള്ള ചില കൊടുങ്കാറ്റുകൾ അടിച്ചപ്പോ, അങ്ങനെയുള്ള പ്രലോഭനങ്ങൾ വന്നപ്പോ അതില് നമ്മുടെ ജീവിത നൗകകള് മറിഞ്ഞുപോയില്ലേ? വീണുപോയില്ലേ? തകർന്നു പോയില്ലേ? ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ട്, സഹോദര സ്നേഹവുമായി ബന്ധപ്പെട്ട്, കുടുംബ ബന്ധങ്ങളിലൊക്കെ ചില ചെറിയ അസ്വസ്ഥതകൾ മൂലം കുടുംബത്തിന്റെ മുഴുവനും സ്വസ്ഥതയും സമാധാനവും തല്ലിക്കടത്തുന്ന അവസ്ഥയിലേക്ക് ജീവിതം മാറിയില്ലേ? മക്കളെന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ജീവിത പങ്കാളി അവിശ്വസ്തതയിലേക്ക് കടന്നുപോയി, മാതാപിതാക്കള് മനസ്സിലാക്കുന്നില്ല. എന്തെല്ലാം തരത്തിലുള്ള അസ്വസ്ഥതകളാണ് കൊടുങ്കാറ്റ് പോലെ നമ്മുടെ കുടുംബത്തെ, ജീവിതത്തെ ഒക്കെ അടിച്ചിട്ട് നമ്മുടെ ജീവിതമാകുന്ന നൗക ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുക. വചനം കൂട്ടിച്ചേർക്കുന്നു, വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. അതായത് അവര് യാത്ര ചെയ്തുകൊണ്ടിരുന്ന വഞ്ചി ഇങ്ങനെ മുങ്ങുവോളം വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴാണ് വചനം കൂട്ടിച്ചേർക്കുന്നത്, യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതേ തോണിയിൽ കടന്ന് ഈശോ ഉറങ്ങുകയാണ്. എന്തൊരു മനസാന്നിധ്യമാണെന്ന് നോക്കിക്കേ. എന്തൊരു ദൈവിക സംരക്ഷണത്തിൽ, പിതാവിന്റെ സ്നേഹത്തിന്റെ ആ ഒരു വിശ്വാസം ഉള്ളിലുണ്ടെന്ന് നോക്കിക്കേ. ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ ശാന്തമായി കടന്നുറങ്ങാൻ നമുക്ക് ആർക്ക് പറ്റും? ചെറിയ പ്രശ്നങ്ങളെ വരുമ്പോൾ തന്നെ
ആദ്യം നഷ്ടപ്പെട്ടു പോകും നമ്മുടെ ഉറക്കമല്ലേ? ചെറിയ പ്രതിസന്ധികൾ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടേതാകണമെന്നില്ല, കുടുംബാംഗങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ആദ്യം നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ഉറക്കമല്ലേ, മനസ്സിന്റെ സ്വസ്ഥതയല്ലേ? ഇവിടെ ഈശോ വളരെ ശാന്തമായിട്ട് കിടന്നുറങ്ങുകയാണ്. അവിടെയാണ് വചനം കൂട്ടിച്ചേർക്കുന്നത്. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവർ ഈശോയെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ഗുരോ, ഇത് കാണുന്നില്ലേ നീ? ഞങ്ങൾ നശിക്കാൻ പോവാ. നമ്മുടെയും പലരുടെയും അല്ലേ ഉള്ളിൻ്റെ ഉള്ളിലെ വേദന എന്താ? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും നിന്റെ കൂടെ നടന്നിട്ട്, ഇത്രയും നിന്നെ സ്നേഹിച്ചിട്ട്, ഇതാ എന്റെ അവസ്ഥ നീ കാണുന്നില്ലേ? നിന്റെ കൂടെ നടക്കാത്തവർക്കും, നിന്നെ സ്നേഹിക്കാത്തവർക്കും, ദേവാലയവുമായി ബന്ധമില്ലാത്തവർക്കും, വിശുദ്ധ ജീവിതം നയിക്കാത്തവർക്കും ഒന്നിനൊരു കുറവില്ലല്ലോ. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും നിന്നെ വിളിച്ചിട്ടും, ഇത്രയും കണ്ണുനീരോടെ നിന്റെ മുമ്പിൽ ഈ നാളുകളിലൊക്കെ വ്യാപരിച്ചിട്ടും, നിന്നെ അനുഗമിക്കേണ്ടതുപോലെ അനുഗമിച്ചിട്ടും എന്തേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഞങ്ങൾ നശിക്കുന്നത് നീ കാണുന്നില്ലേ? ഞങ്ങൾ കുടുംബം തകരുന്നത് നീ കാണുന്നില്ലേ? എന്റെ അവസ്ഥ കർത്താവെ നീ കാണുന്നില്ലേ? ഈ ജോലിയില്ലാത്ത അവസ്ഥ, വിവാഹം നടക്കാത്ത അവസ്ഥ, മക്കളില്ലാത്ത അവസ്ഥകള്, വരുമാന മാർഗങ്ങൾ തകർന്നു പോയ അവസ്ഥകള്, എല്ലാം കൈവിട്ടു പോകുന്ന ജീവിതത്തിന്റെ അവസ്ഥകള്, ഇതൊന്നും കർത്താവേ നീ കാണുന്നില്ലേ? അപ്പസ്തലന്മാര് പറഞ്ഞതുപോലെ ഈശോ വിളിച്ചുണർത്തിയിട്ട് പറയാ, നീ ഇത് കാണുന്നില്ല, നീ ഇത് ഗവനിക്കുന്നില്ല, ഞങ്ങൾ നശിക്കാൻ പോവാ. ഈ ഒരു ഭാരമുണ്ടല്ലോ, ഇത് വല്ലാത്ത ഭാരമാണ്. കർത്താവിന്റെ കൂടെ നടന്നിട്ട്, കർത്താവ് യാത്ര ചെയ്യുന്ന അതേ തോണിയിൽ യാത്ര ചെയ്തിട്ട് നോക്കിക്കേ, ഇവര് ഇങ്ങനെ നശിക്കാൻ പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഒരു നിലവിളിക്കാൻ തുടങ്ങി. നിലവിളിച്ച് കർത്താവിനെ വിളിച്ചുണർത്തി. ഒരു ചെയ്ത ഒറ്റ കാര്യമാണ്, നാശത്തിന്റെ, നഷ്ടത്തിന്റെ, തകർച്ചയുടെ ഒക്കെ അവസ്ഥ നിന്നപ്പോൾ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ കടന്നുപോയപ്പോ അവർ ചെയ്തൊരു കാര്യമാണ്. വിശ്വാസം അല്പം കുറവാണെങ്കിലും അവര് ദൈവത്തെ വിളിച്ചുണർത്തി, യേശുവിനെ വിളിച്ചുണർത്തി. എഴുന്നേൽക്ക്, നമ്മളൊക്കെ നശിക്കാൻ പോവാ, എഴുന്നേൽക്കാൻ പറഞ്ഞു. അതിനെ കൂട്ടിച്ചേർക്കുന്നു, കർത്താവ് എഴുന്നേറ്റു. മോളെ, മോനെ, വിളിക്കേ, നീ കർത്താവിനെ വിളിക്കേ. കർത്താവ് നിന്റെ ജീവിതത്തിൽ എഴുന്നേറ്റ് നിന്നാലുണ്ടല്ലോ, നിന്റെ ജീവിത നൗക എത്ര ആടി ഉലഞ്ഞാലും നീ ഭാരപ്പെടണ്ട. നിന്റെ കുടുംബം എത്ര അസ്വസ്ഥതകളുടെ നടുവിലാണെന്ന് കടന്നു പോകുന്നെങ്കിലും നീ വല്ലാതെ കണ്ട് സങ്കടപ്പെടണ്ട. കാരണം മോളെ, മോനെ, നീ വിശ്വസിക്കേ, നിന്റെ ജീവിത നൗകയെ ശാന്തമാക്കാൻ ഈ കർത്താവിന് സാധ്യമാണ്. ഈശോ ഉണർന്നിട്ട് ചെയ്തെന്താ നോക്കിക്കേ. അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. അതിനെ കൂട്ടിച്ചേർക്കുകയാണ്, കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചിട്ട് പറഞ്ഞു, ശാന്തമാകാൻ പറഞ്ഞു, അടങ്ങാൻ പറഞ്ഞു. അപ്പൊ തന്നെ ആ പ്രശ്നങ്ങള് അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന മരണതുല്യമായ മരണത്തിന്റെ നിഴൽ വീണ ഒരു അനുഭവം ഉണ്ടല്ലോ, അപ്പൊ തന്നെ കെട്ടടങ്ങി, അപ്പൊ തന്നെ ശാന്തമായി. വർഷങ്ങൾ പരിശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ്. ഒരു രാത്രികാലം മുഴുവനും വചനം പറയുന്നില്ലേ, പത്രോസ് അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അവിടെയാണ് യേശു പറഞ്ഞു, വലതുവശത്ത് വലയിറക്ക്. ഉയർത്താൻ പറ്റാത്ത രീതിയിലല്ലേ അവർക്ക് മത്സ്യങ്ങൾ കിട്ടിയത്. ഇതാ കർത്താവ് എഴുന്നേറ്റിട്ട് അടങ്ങാൻ പറഞ്ഞു, ശാന്തമാകാൻ പറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിന്റെ മേൽ ആഞ്ഞടിച്ചു കൊണ്ടിരുന്ന സകല കൊടുങ്കാറ്റുകളും ശാന്തമാകാൻ തുടങ്ങി. മോളെ, മോനെ, ഈ ദിവസക്കാലം ഈശോ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കട്ടെ. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ യേശു എഴുന്നേറ്റ് നിൽക്കട്ടെ. എന്നിട്ട് അവിടെ കുടുംബത്തെ അടിക്കുന്ന, ജീവിതത്തെ അടിക്കുന്ന ഒത്തിരി കൊടുങ്കാറ്റ് പോലുള്ള അനുഭവങ്ങളിൽ തകർത്ത് കളയുന്ന ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, വല്ലാതെ കണ്ട് അടിച്ച് തകർത്ത് കളയുന്ന ജീവിതത്തിൻ്റെ ചില വിഷയങ്ങളില്ലേ, അവിടെ നിന്റെ കർത്താവ് എഴുന്നേറ്റ് നിൽക്കാൻ നീ ഒന്ന് അനുവദിക്കാവോ? ജീവിക്കുന്ന കർത്താവ് എഴുന്നേറ്റ് നിൽക്കാൻ മോളെ, മോനെ, നീ ഒന്ന് അനുവദിക്കാവോ? തമ്പുരാൻ എഴുന്നേറ്റാലുണ്ടല്ലോ, എത്ര വലിയ കൊടുങ്കാറ്റും ഈശോയ്ക്ക് ശാന്തമാക്കാൻ പറ്റും. എത്ര വലിയ പ്രശ്നങ്ങളെയും യേശുവിന് ശാന്തമാക്കാൻ പറ്റും. അത് വിശ്വസിക്കുക. ആ വിശ്വാസത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. ഈശോ അപ്പസ്തലന്മാരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത്? നിങ്ങളുടെ വിശ്വാസം എവിടെ? അതുകൊണ്ട് ഈ സമയത്ത് മക്കളെ, എന്ത് വലിയ പ്രശ്നത്തിന്റെ നടുവിലാണെങ്കിലും ഭയമെടുക്കരുത്, ആകുലപ്പെടരുത്, അസ്വസ്ഥപ്പെടരുത്. വിശ്വാസമെടുക്കുക. ഭയത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് വിശ്വാസം.
നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് ചോദിച്ചാൽ ആ വിശ്വാസം പോയത് കൊണ്ടായി ഭയപ്പെട്ടത്. വിശ്വാസത്തിൽ കർത്താവിനോട് ചോദിക്കുക, കർത്താവ് കൂടെയുണ്ടല്ലോ, നിന്റെ ജീവിത നൗകയുടെ അമരത്ത് ഈശോയുണ്ടല്ലോ, ഈശോ എഴുന്നേറ്റ് എല്ലാ പ്രശ്നവും തീരില്ലേ, അവനെ വിളിച്ചാൽ പോരെ? കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച്, കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ മേല്, എൻ്റെ കുടുംബത്തിൻ്റെ മേല്, എൻ്റെ ജീവിത നൗകയുടെ മേല് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന മരണതുല്യമായ മരണത്തിൻ്റെ നിഴൽ വീണ ഈ ജീവിത അനുഭവത്തെ കർത്താവേ ശാന്തമാക്കണമേ. ഈ പ്രതിസന്ധിക്ക് നീ പരിഹാരം തരണമേ. ഈ അസ്വസ്ഥതകൾ കർത്താവേ നീ ഏറ്റെടുക്കണമേ എന്ന് പറ. മോനെ, നിന്റെ പാപഭാരം ഏറ്റെടുക്കാനല്ലേ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്? നിന്റെ രോഗങ്ങൾ ഏറ്റെടുക്കാനല്ലേ ഈശോ വന്നത്? നിന്റെ തകർച്ചകളും നിന്റെ ജീവിതത്തിന്റെ നൊമ്പരങ്ങളും ഏറ്റെടുക്കാനല്ലേ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന ഈ അവസ്ഥയുടെ മേൽ നീ എഴുന്നേറ്റിപ്പോ നിൽക്കണമേ. ശാന്തമാക്കാൻ പറ ഈശോയെ. മനസ്സിനെ ഒന്ന് ശാന്തമാക്കിത്ത, ഞങ്ങളുടെ ചിന്തകളെ ഒന്ന് ശാന്തമാക്കിത്ത കർത്താവേ. ഞങ്ങളുടെ ഹൃദയമിടിപ്പുകള് നീ ഒന്ന് ശാന്തമാക്കിത്ത. സ്വസ്ഥതയില്ലാത്ത മനസ്സിന്റെ അവസ്ഥകള് തമ്പുരാനെ നീ ശാന്തമാകാൻ പറ. ഈശോയെ, നീ ശാന്തമാകാൻ പറ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഈ മക്കളിലേക്ക് നിന്റെ സാന്നിധ്യം ഇറക്കണമേ. കർത്താവിന്റെ ജീവിതത്തിൽ നീ എഴുന്നേറ്റ് നിൽക്കണമേ. കലുഷിതമായി നിൽക്കുന്ന മനസ്സുകളെ നീ ശാന്തമാക്കണമേ. അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്ന ഹൃദയങ്ങളെ നീ ശാന്തമാക്കണമേ. ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങളെ നീ സാന്ത്വനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. കരചേർത്തന്റെ ഉലയും തോണി ഈശോ കടലിൽ അലയുമ്പോ. ആമേൻ. കരചേർത്തന്റെ ഉലയും തോണി. ആമേൻ. കടലിൽ അലയുമ്പോ നിരുപമമാകും തെളിനീരുറവായി നൊമ്പരമേകും വന്മരുഭൂവിൽ വാത്സല്യത്തോടരികിൽ വിളിച്ചു കണ്ണീർ മാറ്റി. വിളിച്ചെന്റെ കണ്ണീർ മാറ്റി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ലും നന്ദി നാഥാ. എന്നെയും കൈക്കൊണ്ടു നീ ജീവനിൽ സ്നേഹമായി മാറി. മോളെ, നിന്റെ ജീവിതത്തിന്റെ ഏത് വിഷയത്തിന്റെ മേലാ കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നേ? നിന്റെ വരുമാന മാർഗങ്ങൾ അതുപോലെ തകർന്നു പോയോ? കുടുംബ ബന്ധങ്ങളിൽ ഈ കൊടുങ്കാറ്റടിച്ചോ? ദൂരസമാധാനത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന കുടുംബം ഇന്നലകളിൽ പട്ടിണിയായിരുന്നെങ്കിലും പറയാറില്ലേ, അച്ഛാ സമാധാനം ഉണ്ടായിരുന്നു, സ്വസ്ഥതയുണ്ടായിരുന്നു. എത്രയോ ജീവിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഉണ്ട്, പക്ഷേ സമാധാനമില്ല. കൊടുങ്കാറ്റടിച്ചത് നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തിന്റെ മേലാണോ? എപ്പോഴും കലഹാച്ച, എപ്പോഴും അസ്വസ്ഥതകളാണ്. കുടുംബ ബന്ധങ്ങൾ പോലും തകർന്നു, ദാമ്പത്യ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമായി. ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ, ചെറിയ കാരണങ്ങൾ പറഞ്ഞ് പരസ്പരം വഴക്കിട്ടും പിരിഞ്ഞൊക്കെ കഴിയുന്ന ദമ്പതിമാരുണ്ട്. കർത്താവേ, ദാമ്പത്യ ജീവിതത്തിന്റെ മേൽ അടിച്ച കൊടുങ്കാറ്റിന്റെ അനുഭവം പേറുന്നവരുണ്ട്. വിശുദ്ധ ജീവിതത്തിന്റെ മേൽ ഈ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ടോ? നിന്റെ കണ്ണുകൾ വിശുദ്ധമായി സൂക്ഷിക്കാൻ പറ്റണില്ലേ? നിന്റെ ചിന്തകളെ വിശുദ്ധമായി സൂക്ഷിക്കാൻ പറ്റുന്നില്ലേ? നിന്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ആ വിശുദ്ധി സൂക്ഷിക്കാൻ പറ്റുന്നില്ലേ? എന്തിന്? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഈ ശരീരത്തെ പോലും വിശുദ്ധമായി സൂക്ഷിക്കാൻ പറ്റാതെ മലിനമാക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഈശോട് പറഞ്ഞ്, തമ്പുരാനെ, നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്. എൻ്റെ ജീവിതത്തിൻ്റെ ചില ആസക്തികൾ എന്നെ വല്ലാതെ കണ്ട് ഭാരപ്പെടുത്തുന്നുണ്ട്. ചില അടിമത്തങ്ങൾ
എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റണില്ല. ചില ദുശീലങ്ങൾ പുറത്തു വരാൻ പറ്റണില്ല. അതുപോലെ കർത്താവേ വല്ലാതെ കണ്ട് എന്നെ ഞെരുക്കുന്നുണ്ട്. ഈശോ നീ എഴുന്നേറ്റ് നിൽക്ക്. കർത്താവേ നീ എഴുന്നേറ്റ് നിന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധികൾക്ക് നീ ഇപ്പോൾ എഴുന്നേറ്റ് നിന്നാൽ സൗഖ്യം വിടുതലുണ്ടെന്ന് ഈശോ എനിക്കറിയാം. മക്കളെ ഈശോയോട് പറ, വിടുതൽ കിട്ടേണ്ട, വിശുദ്ധീകരിക്കപ്പെടേണ്ട, സൗഖ്യം കിട്ടേണ്ട രോഗങ്ങൾ, മാരക രോഗം മൂലം വേദനിക്കുന്നവരുണ്ടാകാം. ക്യാൻസറുകൾ, ട്യൂമറുകൾ പോലെയുള്ള രോഗങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്നവരുണ്ടാകാം. ചില അസ്ഥി സംബന്ധമായ രോഗങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്നവരുണ്ടാകാം. ആന്തരിക അവയവങ്ങളിൽ രോഗമുള്ളവരുണ്ടാകാം. രക്ഷയോ ഓപ്പറേഷൻ ഈ നാളുകളിൽ ഡോക്ടർ പറഞ്ഞിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. എന്തുവാകട്ടെ, ഈശോ എഴുന്നേറ്റ് നിൽക്കട്ടെ. കർത്താവ് നിന്റെ ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ മോളെ മോനെ നീ ഒന്ന് അനുവദിച്ചാൽ മതി. കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്ന സമയമാണിത്. ഈശോയെ എൻ്റെ ജീവിതത്തിൽ നിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോ എല്ലാം എടുത്തു മാറ്റട്ടെ. ഈശോയെ ഈശോയെ എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോയെ ഈശോയെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഈശോയെ ആരാധന ആരാധന ആരാധന. എന്റെ മുഖം വാടിയ ദൈവത്തിൻ മുഖം വാടും. മിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ മിഴി നിറയും. എന്റെ മുഖം വാടിയ ദൈവത്തിൻ മുഖം വാടും. എൻ മിഴികൾ ഈറനണിഞ്ഞ ദൈവത്തിൻ മിഴി നിറയും. ഞാൻ പാപം ചെയ്തകന്നിടുമ്പോൾ ദൈവത്തിനുള്ളം തേങ്ങും. ഞാൻ പിഴകൾ ചൊല്ലിടുമ്പോൾ ദൈവത്തിൻ കരളലിയും. ഈ നിമിഷം മുട്ടുമേലായിരിക്കാൻ പറ്റുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു. കരങ്ങളെ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. ഈശോ തൻ്റെ അപ്പസ്തോലന്മാരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ എന്നാണ് കർത്താവ് ചോദിച്ചത്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 6-ാമത്തെ വചനം അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു എന്ന് മാത്രമല്ല, മറ്റത്ഭുതങ്ങളൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല. കാരണം അവിടെ അവിശ്വാസം കാരണം. മക്കളെ വിശ്വസിക്കുക. ഈ നിമിഷങ്ങളിൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ ദൈവം എഴുന്നേറ്റ് നിൽക്കാൻ നീ അനുവദിച്ച്, നീ അഭിമുഖീകരിക്കുന്ന കൊടുങ്കാറ്റ് പോലുള്ള ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മേൽ ഈശോ എഴുന്നേറ്റ് നിൽക്കാൻ നീ ഒന്ന് അനുവദിച്ച്, ഈശോയ്ക്ക് അധികാരം കൊടുത്തേ. നിശ്ചയമായിട്ടും കർത്താവ് അടങ്ങാൻ പറഞ്ഞാൽ അടങ്ങും. എത്ര വലിയ കൊടുങ്കാറ്റാണെങ്കിലും ശാന്തമാകാൻ പറഞ്ഞാൽ ശാന്തമാകാത്ത ജീവിതത്തിൻ്റെ ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് വിശ്വസിക്കേ. കരങ്ങൾ രണ്ട് തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ടിട്ട് നിങ്ങളുടെ ഏത് പ്രശ്നത്തിൻ്റെ മേലാണോ കർത്താവ് എഴുന്നേറ്റ് നിൽക്കേണ്ടത്, ഈശോ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ്. ഈശോ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ എഴുന്നേറ്റ് നിൽക്കാൻ പോവാ. കാറ്റിനെയും കടലിനെയും ശാസിച്ച കർത്താവ് ആ പ്രശ്നത്തെ ശാസിക്കുന്ന സമയമാണ്. കർത്താവേ, നിന്റെ പരിശുദ്ധ നാമത്തിൽ അതെല്ലാം ശാസിക്കണമേ. എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അസ്വസ്ഥതകളെയും തകർച്ചകളെയും തടസ്സങ്ങളെയും രോഗപീഠകളെയും കർത്താവേ നിന്റെ പരിശുദ്ധ നാമത്തിൽ ശാസിക്കുന്നു. പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ ശാസിക്കുന്നു. കർത്താവ് ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദത്തിന്റെ സമയത്ത് അത്ഭുതകരമായ ദൈവ പ്രവൃത്തി ഈ കൂട്ടായ്മയിൽ വെളിപ്പെടട്ടെ. ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.